ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ, എനിക്കിപ്പോൾ നായകന്മാരെക്കാൾ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് വില്ലന്മാരുമായിട്ടാണ്. ഐ വിൽ എക്സ്പ്ലെയിൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലത്തരമല്ല, വില്ലന്മാരുടെ കൺവിക്ഷൻ പവർ. അതായത് അവർ ഈ പടം തുടങ്ങുന്ന മുതൽ അവസാനിക്കുന്നവരെ അവർക്കൊരൊറ്റ ഐഡിയ ഉണ്ടാവുള്ളൂ. അതിൻ്റെ മുകളിൽ അവരങ്ങ് ഉറച്ചങ്ങ് നിൽക്കും. ആ ഒരു ഒറ്റബുദ്ധി ഏതൊരു കാര്യത്തിലും വേണമെന്നാണ് എൻ്റെ ഒരു നിലപാട്. കാരണം എന്നാലേ നടപടിയാവുള്ളൂ കാര്യങ്ങൾ. ഇപ്പം നായകനാണെങ്കിൽ പടം തുടങ്ങുമ്പം ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കും, അതിൻ്റെ ഇടയിൽ മൂപ്പരെ പെർസ്പെക്റ്റീവ് മാറും. പിന്നെ എന്തെങ്കിലും കാര്യം വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ ഒരു ലോ പോയിന്റ് വരും. പിന്നെ ഒരു പാട്ട് വേണം മൂപ്പരൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്ത് വേണം മോട്ടിവേറ്റ് ചെയ്യാൻ. വില്ലനെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വില്ലൻ ഹാസ് ആൻ ഐഡിയ, അതിനുവേണ്ടി മൂപ്പര് മരിക്കും. ആ ഒരു കൺവിക്ഷൻ പവർ. പിന്നെ നായകന് എന്തെങ്കിലും ഒന്നും നടന്നിട്ടില്ലെങ്കിൽ അപ്പം സ്പോട്ടിൽ ഡിപ്രസ്ഡ് ആവും പുള്ളി. ഏതെങ്കിലും ഡിപ്രസ്ഡ് ആയിട്ടുള്ള വില്ലന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? കാണൂല. അവർ ആ കൺവിക്ഷൻ പവർ നല്ല കാര്യത്തിന് ഉപയോഗിച്ചാൽ ഏത് ലെവലിലേക്ക് എത്തൂല്ലേ. അതിപ്പം താനോസ് മുതൽ ജോക്കർ, ഈവൻ നമ്മുടെ നരേന്ദ്ര ഷെട്ടി വരെ ഒരൊറ്റ പോയിന്റിലാണ് ഉറച്ചു നിന്നത്. Why? That is money. Money makes power. Power manipulates everything. ഹർഷത് മേത്ത. जब जेब में मनी हो ना तो कुंडली में शनि होने से कोई फर्क नहीं पड़ता. വില്ലന്മാർക്ക് എല്ലാവർക്കും ഒരൊറ്റ ഐഡിയ ഉണ്ടാവുള്ളൂ, ഒരൊറ്റ ലക്ഷ്യം ഉണ്ടാവുള്ളൂ. അതൊരു സത്യം പറഞ്ഞ ഒരു സൂപ്പർ പവറാണ്. പിന്നെ എല്ലാവർക്കും വില്ലത്തരം വരട്ടെ എന്നല്ല, വില്ലന്മാരുടെ ഈ കൺവിക്ഷൻ പവർ, ഈ ഒരു ഗട്ട്സ് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ ഈ വില്ലൻസും സൂപ്പർ വില്ലൻസും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അതെന്താന്ന് നമ്മുടെ വില്ലന്മാരുടെ തലതൊട്ടപ്പനായ മെഗാമൈൻഡ് തന്നെ പറഞ്ഞുതരും. Oh, you're a villain, all right. Just not a super one. Yeah? What's the difference? Presentation!